അവൻ പോയേക്കണേണ് വിട്ടോ വേഗം നിങ്ങളുടെ നാട്ടിലോട്ട് പോയിക്കോന്ന് പറയണം. പക്ഷെ ഞങ്ങൾ നാട്ടിലോട്ട് പോയില്ല, ഞങ്ങൾ സെക്കൻഡ് കൊണ്ടാണ് പൊങ്ങിയത്. കാരണം ഇവൻ്റെ വിളിക്കുമ്പോൾ ഇവന് സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്തോരം അടിയിൽ ചെന്നിട്ട് ഇവനെ കാണാൻ പറ്റില്ല. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതാവണത്. സുഭാഷിന്റെ അമ്മ എന്താ പറഞ്ഞത്? ഇനി നീ പുറത്തിറങ്ങി കാല് കല്ലുടിക്കുന്ന പറഞ്ഞത് അതെപ്പോഴും പറഞ്ഞല്ലേ. ഇപ്പോൾ 2-3 റിവ്യൂസിൽ ഞങ്ങൾ കണ്ട് ഈ ബാലു വർഗീസിന്റെ അഭിനയം ഓവറാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് നോക്കുമ്പോൾ അത് ഓവറല്ല. കാരണം ഞങ്ങളുടെ അതാണ്. ഇവനെ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഇവനെ വന്നപ്പോ തൊട്ട് അതോടെ സിനിമ ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും പാവപ്പെട്ട ആൾക്കാർ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അന്ന് എന്താണോ ഉള്ളത് അപ്പൊ വെച്ചിട്ട് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ അത് കൂട്ടുകാരന് കൊടുക്കും. ഒരു ട്രിപ്പിന് വന്ന ഡ്രൈവർ 17 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊണ്ടുപോയത് കാശ് എടുത്തിരുന്നോ പോലീസുകാർ? കാരണം ഈ കുഴി പോയേക്കണ ആരും മരിക്കൂല പെട്ടെന്ന്. കാരണം ആ കുഴിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്, ഇങ്ങനെ വെള്ളം കിട്ടാണ്ട് നരച്ച് അങ്ങനെ നരകിച്ച് മരിച്ചേക്കണേക്കുള്ളൂ. ഒടുക്കത്തെ നീന്തലും തെങ്ങിലേക്ക് കയറും, 2 മിനിറ്റ് പോയി തെങ്ങി കയറാൻ. അതേപോലെ ഇവിടുത്തെ കാലത്ത് വെച്ചാൽ അപ്പുറത്തോളം ആളാ അല്ലെങ്കിൽ ഇത്രോളം കൂടിയിട്ട് കാണൂലേ. ആ വണ്ടിയിൽ ഞങ്ങൾ 11 പേരാണ് ഡ്രൈവറടക്കം പോയത്. ചുമന്ന കോളസ്. അപ്പോൾ അത് ആ വണ്ടിയുടെ ക്യാഷ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും പേരെ. അതെ, 11 പേര്, അല്ലെങ്കിൽ ട്രാവലർ വേണം. മനിതൻ ഉണർന്നു കൊള്ളത് മനിതക്കാതലല്ലേ, അതേം താണ്ടി പുനിതമാണത്. മനിതർ ഉണർന്നു കൊള്ള ഇത് മനിത കാതലല്ല, അതേം താണ്ടി പുനിതമാണത്. അഭിരാമിയെ താലാട്ടും സാമിയെ നാന്താനെ തെരയുമാ. മഞ്ഞുമലിലെ ഹീറോസ്, ദ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് അറ്റ് മഞ്ഞുമൽ ക്ലബ് FM. വെൽക്കം. നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്നത് മഞ്ഞുമലിലാണ്. ആൻഡ് ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ മഞ്ഞുമലക്കാരാണ്, ഞാൻ മഞ്ഞുമൽക്കാരിയാണ്. അപ്പം എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മുടെ സ്വന്തം നാട്ടുകാരുടെ ഒരു സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആ സിനിമ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു കേട്ടോ. ഞാൻ ത്രില്ലായിപ്പോയി. ഒരു സർവൈവിങ് സ്റ്റോറിയാണ്, പക്ഷെ എനിക്ക് അതിലുപരി നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, ഗ്യാങ് പവർ കാണിച്ച ഒരു സിനിമയാണത്. മാസം അടിപൊളി. അതിനൊരു വലിയൊരു കാര്യം. ഒരുപാട് പേരുണ്ട് സിനിമയിൽ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ക്യാരക്ടേഴ്സിന് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോവുകയാണ്. ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ശരിക്കുള്ള പേര്, എന്താ ചെയ്യുന്നത്, അതുപോലെ സിനിമയിൽ ആരാണ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ഞാൻ എറണാകുളത്തുള്ള പോൾസൺ ഒപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞ കണ്ണടക്കടയിലാണ്. പിന്നെ ഇതിലെ മാർക്കറ്റിംഗ്, ഇതിലെ ഗണപതിയാണ് എൻ്റെ റോള്. ഗണപതി. എന്റെ പേര് സിജു എന്നാണ്. ജീൻലാലാണ് എന്റെ റോള്. ഒന്നും പറയാനില്ല, എനിക്ക് ഒന്നും പറയാനില്ല. കാര്യം ട്രിപ്പ് പോകുന്ന ആളെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കിയിട്ട് കയറി ഇരുന്ന ആളാണ്. അധികം നിങ്ങളൊക്കെ ശരിക്കും ആ സിനിമയിൽ വാർത്തെടുത്ത് വെച്ചിരിക്കുകയാണല്ലേ. അവരായിട്ട് വന്ന് അവര് വീട്ടിൽ വന്ന് എല്ലാവരുടെയും കഥകൾ പറഞ്ഞു, അത് തന്നെ ഒരു സിനിമയാക്കി. ശരി, അടുത്ത ആളിലേക്ക് പോകാം. എൻ്റെ പേര് സിജു ഡേവിഡ്. കുട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതെ, കുട്ടേട്ടൻ എന്നാണ് ഫ്രണ്ട്സ് വിളിക്കുന്നത്. സൗബിനാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. അതായത് നമ്മുടെ സിനിമയിലെ ഏറ്റവും മെയിൻ ക്യാരക്ടർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗുഹയിലേക്ക് ഇറങ്ങി പോയ ഒരാളാണ് കുട്ടേട്ട. എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. ത്രില്ലായി പോയി ഞാൻ കണ്ടിട്ട് സൗബിന്റെ ക്യാരക്ടർ. അടുത്താണ് വർക്ക് ചെയ്യുന്നത് വൈപ്പില്ലി സീ ബ്ലൂ ഷിപ്പിലാണ്. എൻ്റെ ഒരു സുഭാഷ് ചന്ദ്രൻ. സബാഷ്. നമ്മളെ സ്വന്തം ശ്രീനാഥ് ബാസിയാണ് അതിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് 2 പേര് വന്നിട്ടില്ല, 2 പേരുടെ കൂടി പറയാം. ഒന്ന് അനിൽ ജോസഫ്, പുള്ളി അബുദാബിയിലാണ്. അഭിരാം രാധാകൃഷ്ണനാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ ജിൻസിന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വിഷ്ണു രഘു ആണ്. സൂപ്പർ. എന്താ ഞാനിപ്പോ ചോദിക്കാനുള്ളത്, കാരണം ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ ഒരു വലിയൊരു ട്രാജഡിയില് ലൈക്ക് ശരിക്കും ഡെത്ത് കണ്ടിട്ട്, മരണം കണ്ടിട്ട് തിരിച്ചു വന്ന ഒരു ആളാണ്. മരണത്തിന് പറഞ്ഞു വിട്ടിട്ട് ബൈ പറഞ്ഞിട്ട് അതിന് അദ്ദേഹമാണ് സഹായിച്ചത്. എൻ്റെ പേര് സുജിത്ത്. ഞാൻ ഇവിടെ കളമശ്ശേരിയിൽ തന്നെ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നതാണ്. അരുൺ കുര്യനാണ് എൻ്റെ ഒരു ക്യാരക്ടറിനകത്ത് ചെയ്തത്. അരുൺ കുര്യൻ. അടുത്തത് എൻ്റെ പേര് സിക്സൻ. ബാലു വർഗീസാണ് സിനിമയിൽ മഞ്ഞുമൽ ബോയ്സിൽ എൻ്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. പ്രസാദേട്ടാ. എൻ്റെ പേര് പ്രസാദ്. ഞാൻ ആ ഡ്രൈവറിൻ്റെ ക്യാരക്ടറാണ്. ഖാലിദ് റഹ്മാനാണ് എൻ്റെ വേഷം ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. കാരണം ആളുടെ സ്റ്റോറിയാണ്, ആള് നാവിഗേറ്റ് ചെയ്ത് പോവാണ് ആ സ്റ്റോറി. ആ മെയിൻ ഡ്രൈവർ തന്നെ അദ്ദേഹമാണ്. ഹി റൂട്ട്സ് ഇറ്റ്.
അധികം പറഞ്ഞാൽ പിന്നെ കട ഒരു സ്പോയിലറായി മാറുമെന്ന് ഞാൻ അധികം പറയുന്നില്ല. അടുത്തത് എൻ്റെ പേര് അഭിലാഷ്, സീബിൾ ഷിപ്പ്യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഷിപ്പ്യാർഡില് ചന്തുവാണ് എൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. അത് തന്നെ. ചന്തു വളരെ സൈലന്റ് ആണ്, സിനിമയിലും ചന്തു വളരെ സൈലന്റ് ആണ്. പക്ഷെ ആളാണ് കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് പൊട്ടി വരുന്നത്. അവസാനം ഞാൻ തന്നെ കൊണ്ടുവരുന്നത്. സത്യം പൊളിച്ച്. എൻ്റെ പേര് സുമേഷ്, സദു എന്ന് വിളിക്കുന്നത്. സുജിത്തിന്റെ ബ്രദറാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കളമശ്ശേരിയിൽ ഇത് ചെയ്യുന്നത്. അതെ, സിനിമയിൽ വിവേക് എന്ന് പറഞ്ഞ ആളാണ് കഥാപാത്രം ചെയ്തത്. വിവേക് ചന്ദനകൂരയൊക്കെ തൊട്ട് വന്നിരിക്കുക അവിടെ. എനിക്ക് ആളെ മനസ്സിലായി, നല്ല വൃത്തിയുള്ള ഒരാളല്ലേ. എൻ്റെ പേര് സുധീഷ്, ദീപക്കാണ് എൻ്റെ റോൾ ചെയ്തേക്കുന്നത്. അതെ, അവസാനം ഇറങ്ങി. ഇനിയിപ്പോൾ ഒരുപാട് പേര് സിനിമ കാണാനുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ റിവ്യൂസ് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ എന്തുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് കാണണം? കാരണം സുഹൃത്ത് ബന്ധങ്ങൾ അതിൻ്റെ വില, സുഹൃത്ത് ബന്ധങ്ങൾ എന്താണെന്ന് വില അറിയുന്നവർ ഈ പടം കാണണം. കാരണം ശരിക്കും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങളുടെ വില കാത്തു സൂക്ഷിക്കുന്നത് അവരെല്ലാവരും മഞ്ഞുമൽ ബോയ്സാണ്. നമുക്കൊരു കൂട്ടുകാരന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അവൻ ഇട്ടിട്ട് പോരാൻ പറ്റില്ല ഒരിക്കലും. അവനെ എവിടെ നിന്ന് എങ്ങനെയും സേവ് ചെയ്യണം. അതാണ് സുഹൃത്തുക്കൾ. അപ്പോൾ ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരെല്ലാവരും മഞ്ഞുമൽ ബോയ്സ് കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സുഹൃത്ത് ഗാംഗുകളും മഞ്ഞുമൽ ബോയ്സ് ആണ്. അതെ, മഞ്ഞുമൽ ബോയ്സ് ആണ് സുഹൃത്ത് ഗാംഗുകളുടെ ആ ഒരു ഇത്. അതെന്ന് വെച്ചാല് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ഒരുപാട് വീട്ടിലെ ആൾക്കാരൊന്നും അല്ല, എല്ലാവരും പാവപ്പെട്ട ആൾക്കാർ. സിനിമ തന്നെ മനസ്സിലാവില്ലേ. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അന്ന് എന്താണോ ഉള്ളത് അപ്പൊ അത് വെച്ചിട്ട് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ഒരു കൂട്ടുകാരന് കൊടുക്കും. അതാണ്. അപ്പൊ ആര് ഹോസ്പിറ്റലായാലും ഒരു മരണം നടന്നാലും എന്ത് നടന്നാലും അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു സംഘടന. ഇപ്പൊ ഞങ്ങൾ യുവ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സംഘടന ഉള്ളത്. അത് ഞങ്ങൾ 20 അംഗങ്ങളുണ്ട്. അതൊരു സംഘടനയായിട്ട് ഹോസ്പിറ്റൽ കേസിന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ടീമാണ്, ഒരു അൺബ്രേക്കബിൾ ടീമാണ് നിങ്ങളുടെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് വലിയൊരു ഗ്യാങ് ഉണ്ടാവും, വലുതാവുന്നവരും ആ ഗ്യാങ് തന്നെ ചെറുതായി സ്പ്ലിറ്റ് ആവും. പക്ഷെ നിങ്ങളെ തന്നെ ബൗണ്ട് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഡ്രൈവറാണ്. എന്നാലും ഒരു ട്രിപ്പിന് വന്ന ഡ്രൈവർ 17 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളാണ് കൊടൈക്കനാൽ കൊണ്ടുപോയത്. പുള്ളി ഒന്നും പറയാ, അന്ന് അടിപൊളി ഹെൽപ്പ് ചെയ്താണ്ടാ. അതായത് ആ സമയത്ത് ആ മഴയത്ത് വണ്ടി ഓടിച്ചില്ലേ, മഴയുള്ള ശരിക്കും സ്റ്റേഷനിൽ അടി കിട്ടിയായിരുന്നു. അടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സിക്സിനാണ് ഒരു ചെകള കിട്ടി. കണ്ണനെ അവിടെ വന്നിട്ട് എനിക്ക് സ്റ്റേഷനിൽ അവരൊന്ന് വീശിയതാണ്. വീശി ആ മൂല കൊണ്ടിരുത്തി ലാത്തി കൊണ്ട് വീശി പിന്നെ പേടിച്ച് നമ്മളത് അവര് അത്രക്ക് നമ്മളെ ഇതായി കളഞ്ഞു. അതൊന്നും സിനിമയിൽ കാണിക്കാൻ പറ്റൂലല്ലോ. പിന്നെ അത്രയും ഇതിനെക്കാട്ടും അവിടെ നിന്ന് എങ്ങനെയും ഭയങ്കര സീനായിരുന്നു. പറയാനില്ല, എന്ത് പറയാനാ. സിനിമയിൽ കാശാണെങ്കിൽ എല്ലാവരും മേടിച്ചെടുത്ത് ഭയങ്കര, ഞങ്ങളെ സത്യം പറഞ്ഞ 5 പൈസ സിനിമയിൽ കാണിച്ചിട്ടില്ല. അത് അവിടെ തിരിച്ച് ഇവിടെ എല്ലാവരും പേഴ്സ് എടുത്ത് എല്ലാവരുടെയും കാശ് മേടിച്ചെടുത്തു. ഇവിടെ എത്താനുള്ള പൈസ മാത്രമേ, ഇവിടെ എത്താൻ ഡീസൽ അടിക്കാനുള്ള മാത്രം മാറ്റിയിട്ട് ബാക്കിയെല്ലാം എടുത്തത്. ബാക്കിയെല്ലാം എല്ലാ കാശും എന്നിട്ട് തിരിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് അതാണ് എങ്ങനെയാലും ഇവനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതിലാണ്. ഞങ്ങൾ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പോന്നാ മതി എന്നുള്ളതാണ്. ഞങ്ങൾ സുഭാഷിനെ കൊണ്ട് എങ്ങനെയും ഞങ്ങളുടെ നാട്ടിലോട്ട് പോകണം. അവര് അത്രയും തടിമാടന്മാരായിട്ടുള്ള ആ നാട്ടുകാരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, പോലീസ്. ആരും ഇറങ്ങണില്ല അതിനകത്ത്. അവർക്ക് അത്ര പരിചയമുണ്ട് ആ സ്ഥലം. ഇതൊന്നും പരിചയം, നമ്മൾ ആദ്യമായിട്ട് ചെല്ലണ സ്ഥലമാണ്. ഈ 13 പേര് പോയിട്ട് അവരെ ആരെങ്കിലും രക്ഷപ്പെടുത്താറുണ്ട്. കാരണം ഈ കുഴി പോയ ആരും മരിക്കൂല പെട്ടെന്ന്. കാരണം ആ കുഴിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഒറ്റ ഒരു കുഴിയല്ല അത്. നമ്മൾ ശരിക്കും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് വളവും തിരിവായിട്ട് ഇങ്ങനെ പതുക്കെ ഒരാൾക്ക് പോകുന്ന ഗ്യാപ്പിലുള്ള ഒരു കുഴിയാണ്. പതുക്കെ അങ്ങനെ ഇടിച്ച് അങ്ങനെ പോകുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ആ ഒരു തങ്ങി നിൽപ്പുണ്ടാവും. ചിലപ്പോൾ ബോധം വരാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ ഇട്ട് പോയിട്ടുണ്ടാവും. ഇറങ്ങിയ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ശരിക്കും ആരും മരിച്ചിട്ടുണ്ടാവില്ല പെട്ടെന്ന്. ഇങ്ങനെ വെള്ളം കിട്ടാണ്ട് അങ്ങനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂല. അല്ല, അത് കിട്ടിയോണ്ടാണ് പോലീസുകാർ സമ്മതിച്ചിറങ്ങാൻ. ഇറങ്ങാൻ സമ്മതിക്കൂലേ. ഈ അത് ഇവന്റെ ഒച്ചയോണ്ടുള്ള ആ വിളി കൊണ്ടാണ് സുഭാഷ് ഒരു അനക്കം പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഇറക്കിയതില്ല. എന്നുണ്ടെങ്കിൽ അവർ പറയും പണ്ടത്തെ പോലെ ആരെയും ആള് പോയി ഇറങ്ങിയിട്ട് കാര്യമില്ല. അവര് ഫുൾ ടൈം അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആളെ കിട്ടില്ല, പൊക്കോന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ തീരുമാനം എടുത്തു, ഞങ്ങൾ ഇറങ്ങും, എന്തായാലും ഞങ്ങൾ കൊണ്ടുവരുന്നുള്ള ഇതിലാണ് ഞങ്ങൾക്ക്. ഒരു അരമണിക്കൂറിൽ കൂടുതൽ വിളിച്ചേണ്ടാൻ സുഭാഷിന്റെ എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് കേട്ടത് തന്നെ അവിടെ ഞങ്ങൾ കിടന്ന് വിളിക്കണായിരുന്നു. മാറി വിളിക്കാറുന്ന ആളുകൾ. അതില് സിക്സിന്റെ സൗണ്ട് സൗണ്ട് ഉള്ളായോണ്ട് ആ ഒരു സൗണ്ട് അതാണ്
ആ 6ന്റെ സൗണ്ടേ കറക്റ്റ് ആയിട്ട് സുഭാഷിനെ ഒന്ന് പതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. Yes. ആ ഒരു രീതിയിലാണ് സുഭാഷ് ഓണായത്. Okay. സിനിമ ആ സാധനം കിട്ടിയ ദോശ അതെ സുഭാഷിന് കിട്ടിയത്. ഞങ്ങള് സുഭാഷ് റെസ്പോണ്ട് ചെയ്യണമെന്ന് പറയുമ്പോഴും അവിടെ ആൾക്കാർ ആരും വിശ്വസിക്കണില്ല. കാരണം അതിന്റെ ഉള്ളിൽ പോയ കിട്ടില്ല, നിങ്ങൾ അവരുടെ ഇതിൽ അതൊരു ചെകുത്താന്റെ അടുക്കളയാണ്. അതിൽ പോയ ആരെയും കിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഇത്. ചെകുത്താന്റെ ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നത്. അവിടെ ഒരാളാണ് വന്നത്. ഞങ്ങൾ ഇവൻ വിളിയുണ്ട്, ഞങ്ങൾ വന്നിട്ട് അവിടെ നിന്ന് ഒരാള് വന്ന് നോക്കിയിട്ട് ഇവന്റെ കേട്ടിട്ടാണ് പിന്നെ പോയിട്ട് പടവും കാര്യങ്ങളൊക്കെ വന്നത്. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടാമതൊരു കൊടൈക്കനാൽ ഓട്ടം പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ലോക്കൽ ഒരു കടയിൽ ഒരാളോടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ചേട്ടൻ പണ്ടൊരു സംഭവം നടന്നില്ല ചേട്ടാ, എങ്ങനെയായിരുന്നു ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറയാത്തത് പേടിച്ചോണ്ടാണ് വെച്ചാൽ ഇനി അവരെന്തെങ്കിലും പോലീസുകാർ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടാക്കും. അപ്പോഴാണ് ആ പുള്ളി ഇവിടുത്തെ കഥകൾ പറഞ്ഞു തന്നത്. ആ കുഴി അത്രക്ക് ഭയാനകമാണ് മോനെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ ആ പേര് കിട്ടിയത് ഇപ്പം പറഞ്ഞില്ലേ, സിനിമ കമൽഹാസന്റെ സിനിമ. പിന്നെയാണ് ആ പേര്. അതാണ് എന്റെ ഒരു ചോദ്യം കേട്ടാ. ഈ കമൽഹാസന്റെ ഗുണ എന്ന് പറഞ്ഞ സിനിമയില്ലേ, കൺമണി എനിക്ക് ആഗ്രഹമുണ്ട് കയ്യിൽ നിന്ന് മറ്റേ ഗുണയിലെ പാട്ട് കേൾക്കാനായിട്ട്, സുഭാഷിന്റെ കയ്യിൽ നിന്ന്. കമോൺ സുഭാഷ്. ഇല്ല, എനിക്ക് ആ പാട്ട് ഇപ്പൊ ഞാൻ കേട്ടല്ലേ. ഡയലോഗ് പറയും, അതല്ല ഗുണയിലെ ഡയലോഗ് പറയും. മനിതൻ ഉണർന്നു കൊള്ളത് മനിതക്കാതലല്ലേ, അതേം താണ്ടി പുനിതമാണത്. ഈ കമൽഹാസന്റെ ഒരു സിനിമ, അദ്ദേഹത്തിന്റെ സിനിമ ഗുണ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ കൊടൈക്കനാലിൽ പോവാനായിട്ട് സംഭവം? ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. ഈ കുഴിയും കഴിഞ്ഞ് ഇതും ഇതിന്റെ അപ്പുറവും ഒരുപാട് ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട്. തമിഴ്നാട് ഫോറസ്റ്റ് അപ്പൊ അങ്ങനെ ഒരു 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴും ഈ പറഞ്ഞിട്ട് അവിടെ ഗാർഡ് ഇല്ലാത്ത സമയത്താണ് എല്ലാവരും കയറുന്നത്. അവിടെ ആളുണ്ടെങ്കിൽ ആരും ഇറക്കി വിടില്ല എന്നൊക്കെ. ഒരു ചെറിയൊരു വേലി പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ ചവിട്ടി കംപ്ലീറ്റ് ഹോളൊക്കെ ആക്കിയിട്ടൊക്കെയാണ് വന്നവർ. ബാച്ചിലേഴ്സ് തന്നെ പിള്ളേരെല്ലാവരും അതിനകത്തോട്ട് അതിൻ്റെ ഉള്ളിൽ. അതൊരു പ്രായത്തിന്റെ ഒരു ഇതല്ലേ, ഒരു റെബല്യസ് പ്രായത്തിൽ നമ്മൾ കുറച്ച് കയറാനൊക്കെ നമ്മൾ ശ്രമിക്കും. പക്ഷെ അന്നത്തെ പ്രായത്തിൻ്റെ ഒന്നല്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഈ ഫിലിമിൽ കാണിക്കും നമുക്ക് വേലിയൊക്കെ കാണിക്കാം, നല്ല ഫെൻസിങ് എന്നെല്ലാം ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഫെൻസിങ് ഒന്നും ഉണ്ട്, അതെല്ലാം പൊളിഞ്ഞടക്കായിരുന്നു. അതുപോലെ ഞങ്ങളുടെ മുമ്പ് ഒരുപാട് ആളുകൾ അവിടെ ഇറങ്ങി അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിൻ്റെ ഉള്ളിൽ അന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇത് ഇത്രയും പ്രശ്നമുള്ള സ്ഥലമാണെന്നുള്ളത്. കാണാൻ കഴിയുമ്പോൾ ഭംഗിയുള്ള സ്ഥലം. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ന പോലെ ഇത്തിരി ഡേഞ്ചറുള്ള സ്ഥലമാണ്. പക്ഷെ ഇമാതിരി കുഴിയാന്ന് വിചാരിച്ചില്ല. ഒന്നാമത്തെ കാര്യമില്ലേ, ഒടുക്കത്തെ നീന്തലും തെങ്ങിലേക്ക് കയറും. 2 മിനിറ്റ് തെങ്ങി കയറേ. അതേപോലെ ദിവസത്തെ കാലത്ത് അപ്പുറത്തോളം ഇവര് 4 പേര് അത് ക്രോസ് ചെയ്ത് അത് കഴിഞ്ഞാണ് സുഭാഷ് ബാക്കിലാണ്. ക്രോസ് ചെയ്യാന്നുള്ള ഇതില്ല ശരിക്കും പറഞ്ഞാൽ. ചെറിയൊരു കുഴി കാണുമ്പോൾ ഇവരെ പോലെ ട്രൈ ചെയ്താണോന്ന് ഇങ്ങനെ. ഇല്ല, ട്രൈ ചെയ്യാനുള്ള കുഴി നമുക്ക് കാണുമ്പോൾ ഒരു കുഴിയായിട്ട് തോന്നില്ല, അത്ര ഉള്ള കുഴി. ഇവൻ അടിയിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ഇരുട്ടാണല്ലോ. അപ്പോൾ എന്താണ് അടിയിലോട്ടെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്ലാഷ് അടിച്ച് നോക്കിയാൽ കുറേ പ്രാവശ്യം ഫ്ലാഷ് അടിച്ച് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ആ കുഴിയുടെ ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് കിട്ടണമെന്ന്. അതായത് നമ്മൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന മറ്റേ കോണിക്ക ക്യാമറയുടെ ഫ്ലാഷ് വെച്ചിട്ട് ഓരോ നിങ്ങൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഇരുട്ടാണല്ലോ, അപ്പോൾ നോക്കുമ്പോൾ ഇരുട്ടാണ്. കാരണം ഞങ്ങൾ ആദ്യം വിചാരിക്കുന്നത് ഞങ്ങൾ കളിക്കുന്ന ആ ഒരു ഇതാണല്ലോ. അപ്പൊ ഇവൻ നമ്മൾ പറ്റിക്കാണ്, താഴത്തെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വിചാരം. അത് പറ്റിക്കുന്ന ടൈപ്പാണ് എപ്പോഴും. അത് ഒളിച്ചിരുന്നിട്ട് വെള്ളത്തിലൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ മുങ്ങിക്കിടക്കും. അത് മുങ്ങിട്ട് അപ്പുറത്ത് പോയി പൊങ്ങി കുറെ നേരം നിൽക്കും. ഞങ്ങൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോ അവിടെ നിന്ന് മുങ്ങിട്ട് ഇവിടെ അരമണിക്കൂർ വിചാരിക്കും ഞാൻ അരമണിക്കൂർ മുങ്ങിക്കിടക്കണത്. അപ്പൊ നമുക്ക് ആ ഒരു തോന്നലായിരുന്നു, പറ്റിക്കാന്നുള്ള തോന്നലായിരുന്നു നമുക്ക്. അപ്പൊ ഞങ്ങൾ ആദ്യം പറഞ്ഞില്ല കയറി വേറെ ഭാഷ വെറുതെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ നേരം കഴിയുന്നവരും മാറും തോറുന്നോടെ നമുക്ക് അത് പറ്റിക്കലല്ല എന്നുള്ളൊരു തോന്നൽ വന്ന്. അപ്പൊ തന്നെ ഞങ്ങൾ ഈ ഫ്ലാഷ് അടിച്ച് നോക്കുന്നത് കുഴിയുടെ എന്താണെന്ന് അറിയാൻ വേണ്ടി.
അപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റില്ല ശരിക്കും. ആ വെളിച്ചത്തിൽ ഇച്ചിരി കാണാണ്ട് അത്രേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർ പറഞ്ഞപ്പോഴാണ് ആ കുഴിയുടെ ഭീകരതയും എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. പറഞ്ഞപ്പോഴാണ് സീനായി പോയത്. പോയ ആളുകളൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ തന്നെ അവൻ പോയേക്കണേണ്. നിങ്ങൾ ഒന്നും ആരെ അറിയിക്കണ്ട, പക്ഷെ ഞങ്ങൾ നാട്ടിലോട്ട് പോയില്ല. നമ്മുടെ സെക്കൻഡ് കൊണ്ടാ പൊങ്ങിയത്. അതായത് സുഭാഷ് വേറൊരു ലോകത്ത് ചെന്ന് ശരിക്കും. അതെ, അവൻ ഓർമ്മയില്ലായിരിക്കും അവന്. ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ റെസ്പോണ്ട് ചെയ്യണത് വീണത് മറന്നുപോയി ഓ, അതിന്റെ അതിൻ്റെ ഉള്ളിൽ നമ്മ രാവിലെ കണ്ണു തുറക്കൂല, ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്ന പോലെയാണ് അതിൽ നിന്ന് ഞാൻ കണ്ണു തുറന്നത്. അപ്പോൾ 6ന്റെ ഒച്ച നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നോർമലല്ല, ശരീരം മൊത്തം വേദന, പെയിൻ. ഇവിടേക്ക് ഇത്ര അടിച്ച് വീണേക്കല്ലേ, വവ്വാലിൻ്റെ കരച്ചിൽ, കണ്ണു തുറന്നിട്ടൊന്നും കാണാൻ പറ്റില്ല, നല്ല തണുപ്പ്. ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടാലും എന്തെങ്കിലും ഓർക്കാൻ പറ്റുള്ളൂ. ഫുള്ള് ഇരുട്ടല്ലേ, കാണാതെ നമ്മൾ എന്ത് സാധനമാണ് ഓർക്കുന്നത്. സുജേട്ടൻ ഇറങ്ങിയപ്പോ എന്താ താഴെ വന്നപ്പോഴത്തേക്കും വവ്വാലിനൊക്കെ ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വേറെ എങ്ങോട്ടും നോക്കണില്ല. ആ ഒരു ടോർച്ച് കഴുത്തി തൂക്കിയിട്ടിട്ട് താഴത്തോട്ട് മാത്രം നോക്കി ഞാൻ ഇറങ്ങിയത്. ആ, വേറെ സൈഡിലോട്ട് ഒന്നും നോക്കണില്ല. അവസാനം ആകെ നോക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങി ചെന്നപ്പോഴും കയർ തീർന്നു പോയി. അപ്പോൾ ഈ കയർ എടുത്തുകൊണ്ട് വരാൻ ഒരുപാട് സമയം വേണം ഇവിടുന്ന്, അടുത്ത് കയർ കൂട്ടിക്കെട്ടാൻ. ആ സമയത്താണ് ഞാൻ ടോർച്ച് കയ്യിലോട്ട് എടുക്കണത്. എന്നിട്ടാണ് ഇങ്ങനെ അടിച്ച് നോക്കണത്. അപ്പോൾ മാത്രമേ ഞാൻ ചുറ്റും കുഴി നോക്കണുള്ളൂ. ബാക്കി ഫുൾ ടൈം അതെ, അതാണ് നമ്മുടെ ഇത്. കാരണം ഇവൻ്റെ വിളിക്കുമ്പോൾ ഇവന് സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്തോരം അടിയിൽ ചെന്നിട്ടും ഇവനെ കാണാൻ പറ്റില്ല. അതാണ് അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതാവണത്. കാരണം കുഴിയുടെ ഇത് അങ്ങനെയാണ്, നേരെ ഒറ്റ കുഴിയല്ലേ, വളഞ്ഞ് പൊളഞ്ഞ്. അപ്പം ഏറ്റവും അടുത്ത് എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 കാലെടുത്ത് വെച്ചാൽ ഇങ്ങനെ കാണാവുന്ന അത്ര അടുത്തെത്തിയപ്പോഴാണ് ശരിക്കും ഇവനെ കാണുന്നത്. അതുവരെ ഇവൻ്റെ സൗണ്ട് കേൾക്കണുള്ളൂ. സൗണ്ട് കേൾക്കുമ്പോൾ കാണില്ല. ഞാനിപ്പോൾ ഇത് എവിടെയാണ്, ഈ വേറെ എവിടെയെങ്കിലും ആണ് ആ കുഴി, എങ്ങനെയാണ് എന്നും മനസ്സിലാവാത്ത ഒരവസ്ഥയായിരുന്നു. ബിഫോർ ട്രിപ്പ് ആൻഡ് ആഫ്റ്റർ ട്രിപ്പ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കെമിസ്ട്രി മാറിയോ? അതായത് ആദ്യം പോയതല്ല തിരിച്ചു വന്നത് നിങ്ങൾ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു നിങ്ങളുടെ കെമിസ്ട്രി മാറിയിട്ടില്ല, ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. കുറച്ച് ഡെപ്ത് ആഡ് ചെയ്തില്ലേ? ഡെപ്ത് ഉണ്ട്. പിന്നെ പണ്ട് ക്യാഷ് ഉണ്ടായിരുന്നില്ല അല്ലേ? നിങ്ങൾ ഈ കാശ് സമയത്ത് എവിടെയൊക്കെ നിങ്ങൾ എങ്ങനെ ട്രിപ്പ് പോയിട്ടുണ്ട് അന്ന് ബിഗിനിങ് സ്റ്റേജിൽ? പോയിട്ടുണ്ട്. മെയിൻ സാധനം മൂന്നാർ ഇടക്കിടക്ക് പോകും. ഞങ്ങൾക്ക് ട്രിപ്പ് പോകാൻ ഭയങ്കര താല്പര്യമാണ്. കുളു മണാലിയൊക്കെ പോകണമെന്നുണ്ട്, കാശില്ലാത്ത കാരണം പോകത്താണ്. ഇത് ഈ പ്രോഗ്രാം കണ്ടിട്ട് ആരെങ്കിലും ഞങ്ങൾ സ്പോൺസർ ചെയ്യണമെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. ഇതുപോലെ ഈ പറഞ്ഞ പോലെ അപ്പോൾ ആ വണ്ടിയിൽ ഞങ്ങൾ 11 പേരാണ് ഡ്രൈവറടക്കം പോയത്. അപ്പോൾ അത് ആ വണ്ടിയുടെ ക്യാഷ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും പേരെ. അതെ, 11 പേര്, അല്ലെങ്കിൽ ട്രാവലർ വേണം. പിന്നെ ഞങ്ങൾ ഡ്രൈവറെ സമ്മതിച്ച് വരെ പോകാൻ വേണ്ടി. വീട്ടിൽ നിന്നൊക്കെ വിടുകയായിരുന്നോ ട്രിപ്പിനൊക്കെ? അല്ലെങ്കിൽ നിങ്ങൾ കള്ളം പറഞ്ഞു പോകുമായിരുന്നോ? അത് കള്ളം പറയാറില്ല, പറയാറില്ല. ഞാൻ പോയിക്കോളും പറയും, ഞാൻ വിടും. ചോദിക്കോ എന്നാ വരുന്നേന്ന്? ഐ മീൻ പിന്നെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അറിയുള്ളൂ. ഒന്നും പറയുന്നില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. ആള് വളരെ സൈലന്റ് ആണ്. മൂവിയിലും ഞാൻ അതേ ക്യാരക്ടറിനെ തന്നെയാണ് ഞാൻ കണ്ടത് കേട്ടാ. അന്ന് ടെൻഷനായി പോയായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം നടന്നപ്പോ? അന്ന് ശരിക്കും പേടിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പേടിച്ചു. അഭിയൊന്നും മിണ്ടിയിട്ടില്ല സത്യം തൊട്ട്. പിന്നെ ഇവിടെ വന്നപ്പോ പിറ്റേ ദിവസം കൊണ്ട് മിണ്ടി തോന്നുന്നു, പിന്നെ മിണ്ടിയിട്ടില്ല. സൈക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവരുടെ അടുത്തേക്ക് പോയത്. മനസ്സിലായി, ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? പിന്നെ പോയിട്ടില്ല, ഇവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. ഇപ്പം നമ്മുടെ മഞ്ഞുമലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പണ്ടാണെങ്കിൽ ചേട്ടൻ മഞ്ഞുമലേക്ക് ഒന്ന് വിടുമെന്ന് പറയുകയാണെങ്കിൽ മഞ്ഞുമല എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. ഒരു ചോദ്യചിഹ്നമായിരുന്നു ഈ സ്ഥലത്തെ കുറിച്ച്. പക്ഷെ നിങ്ങളുടെ സിനിമ ഇറങ്ങിയ പിന്നെ ആൾക്കാർക്ക് മഞ്ഞുമലോ എന്നുള്ളൊരു തോട്ടിലേക്ക് വരില്ല. ശരിക്കും സ്ഥലത്തിന് ഒരു മേക്ക് ഓവർ വന്നു എന്ന് തോന്നുന്നില്ല. എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പുറത്തുള്ള ആൾക്കാരെങ്കിലും ഇപ്പോൾ ട്രെയിലർ ഇറങ്ങി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് UK കോൾ വന്നു. അതായത് എടാ നിങ്ങളല്ലേ മഞ്ഞുമൽ ബോയ്സ് ഇല്ല അതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്ട് ഈ നാട്ടിൽ വന്നിട്ടുണ്ട് ശരിക്കും. പിന്നെ മഞ്ഞുമൽ പണ്ട് തൊട്ടേ ഫേമസ് ഉണ്ടോ? കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റല് സെന്റ് ജോസഫ് ഹോസ്പിറ്റലാണ്. കേരളത്തിലെ ആദ്യത്തെ ധ്യാന കേന്ദ്രം CRC ആണ്. പിന്നെ ടിപ്പു സുൽത്താൻ മറ്റേ ഒളിച്ചു താമസിച്ചു എന്ന് പറയപ്പെടുന്ന കോട്ടക്കുന്നിലായിരുന്നു. അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് നിങ്ങൾ. നമ്മുടെ മഞ്ഞുമപ്പള്ളി ആണെങ്കിലും ഫേമസ് ആണ് ശരിക്കും പറഞ്ഞത്. ഒരുപാട് ഷൂട്ടിന് വേണ്ടി ഒരുപാട് ഫിലിംസ്. ശരിക്കും മഞ്ഞുമപ്പള്ളി ഒരു ഭാഗ്യമുള്ള ഒരു ഇതാന്ന് പറയുന്നത് ഫിലിമിൽ വന്നിട്ടുണ്ടെങ്കിൽ. എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഷൂട്ടിന് വേണ്ടി അച്ഛൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചപ്പോഴും അച്ഛൻ പറഞ്ഞതാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് മഞ്ഞുമപ്പള്ളിയിൽ. കാരണം മഞ്ഞുമപ്പള്ളി ഒരു ഫിലിമിൽ വന്ന ആ പടം ഹിറ്റായിരിക്കും എന്നാണ് ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലെ ഇത്.
സിനിമയുടെ തുടക്കം തന്നെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു ഭീകര അടിപൊളി ഗ്രൂപ്പാണ്. എനിക്ക് വൈബ് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ പരസ്പരം ട്രോളി അലമ്പാക്കി കുളമാക്കുന്നുണ്ട്. നിങ്ങളുടെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു? 40 പേരോ? ടൂറ് പിന്നെ ഇത്രയും പേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പ്രദേശത്ത് എല്ലാ വീട്ടിലും 3 ആൺപിള്ളേര് 2 ആൺപിള്ളേരാണ്. മഞ്ഞുമൽക്കാർ മുഴുവൻ നിങ്ങളുടെ ഗാങ്ങിലായിരുന്നു? മഞ്ഞുമൽക്കാരല്ല, ഞങ്ങൾ അവിടെ മഞ്ഞുമൽ മാടപ്പാട്. അവിടെ എല്ലാ വീട്ടിലും 2 ആൺപിള്ളേര് 3 ആൺപിള്ളേര്. എനിക്ക് ചേട്ടനനിയൻ, ചേട്ടനനിയന്മാര്, ഇവര് ചേട്ടനനിയന്മാര്, അവര് 3 ചേട്ടനനിയന്മാര്, അവനൊരു ചേട്ടനനിയൻ, ഇവിടെ ഒരു പെങ്ങളുണ്ട്. എനിക്ക് മാത്രമാണ് പിന്നെ ഒരു പെങ്കൊച്ചുണ്ടാവണെങ്കിൽ അത് കൂട്ടാന്റെ പെങ്ങളായിരിക്കും. അപ്പൊ അതൊരു സങ്കട കാര്യമല്ലേ? ഞങ്ങളുടെ ക്ലബ്ബ് ഉണ്ടായിരുന്നു, ക്ലബ്ബിൽ തന്നെ 40 മെമ്പർമാരുണ്ടായിരുന്നു. ആദ്യത്തെ ക്ലബിന്റെ പേര് ദർശന, രണ്ടാമത്തെ ക്ലബിന്റെ പേര് യുവദർശന. ഓ, അതൊക്കെ റിയൽ ആണ് സിനിമയിലുള്ള. അപ്പൊ സത്യമാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 എണ്ണം ആക്കിയ? സ്പ്ലിറ്റ് ചെയ്തല്ല, എല്ലാം ഷോർട്ടാക്കി വന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സിനിമ ലൈഫ് സ്റ്റോറി ആയി മാറി. ഞാനിങ്ങനെ കേട്ടു ഒരുപാട് ഡയറക്ടേഴ്സ് അപ്രോച്ച് ചെയ്തു നിങ്ങളെ സിനിമയാക്കാനായിട്ട്. ആൻഡ് ഫൈനലി ഈ ഒരു മൂവി ഓണായി. ആ സ്റ്റോറി എങ്ങനെയാണ്? ഇത്രയും വർഷം 2006 നടന്നൊരു സ്റ്റോറിയാണ്. സിനിമയാക്കാനായിട്ടുള്ള ഒരു പ്രൊസീജിയറൊക്കെ എങ്ങനെയായിരുന്നു? സിനിമയാക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 7 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഫിലിമിനുള്ള ഇത് വന്നത്. അപ്പോൾ അവർ വന്ന് ഇതുപോലെ ഞങ്ങളുടെ കഥകളൊക്കെ കേട്ട് അവർ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി. ഇതിൻ്റെ ബഡ്ജറ്റ് അവർ വിചാരിച്ച പോലെ ഒതുങ്ങണ്ടാവുന്നില്ല. കാരണം ഒരു ചെറിയ ബഡ്ജറ്റിൽ പടം ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ അങ്ങനെ ആളുകൾ പോയി. രണ്ടാമത് ആളുകൾ വന്ന് അവർക്കും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത് സിനിമയാവുമോ എന്നുള്ളത് ആവുമെന്ന് ഞങ്ങൾക്കും ഉറപ്പായിരുന്നു. കാരണം ഒരു 8 വർഷം 9 വർഷം മുമ്പ് കൈരളി TV ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കഥ പറയുമ്പോൾ. ഒരു കഥാപ്രസംഗ മത്സരം ഓടുന്നു. അന്ന് അതിന് ജഡ്ജ് ആയിരുന്നത് നമ്മുടെ വിജയരാഘവനായിരുന്നു സാറായിരുന്നു. പുള്ളി ഇത് ആ കഥ കേട്ടപ്പോൾ പറഞ്ഞു, ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്ന് അറിയാൻ പാടില്ല, ഇത് എന്തായാലും ഫിലിം ആവും, അതിലൊരു കഥയുണ്ടെന്നാണ് അന്ന് പുള്ളി പറഞ്ഞത്. അതിപ്പോൾ റിയലായിട്ട് നടന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം സിനിമ റിയലായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുവാണ്, നിങ്ങൾ തന്നെ എക്സാക്ട് കോപ്പി. എന്താ തോന്നിയത് നിങ്ങൾ സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ട സമയത്ത്? പക്ഷെ അവർ ഞങ്ങളെന്ന് ശരിക്കും പഠിച്ച്, അതാണ് ഏറ്റവും പറയാനുള്ളത്. ഞങ്ങളുടെ ഓരോരുത്തരും ക്യാരക്ടർ എങ്ങനെയാണ്, പക്ഷെ അവർ ഓരോ പ്രാവശ്യം നമ്മളടുത്ത് വന്ന് വർത്താനം പറയുമ്പോഴും ഞങ്ങൾ കൂടുമ്പോഴും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവർ ഞങ്ങളെ പഠിക്കാറുള്ളത്. എല്ലാവരും വീട്ടിൽ ഭാഷയൊക്കെ ഇടക്ക് വീട്ടിലോട്ട് വരും, വീട്ടിൽ കയറിയിരിക്കും, ചായ കുടിക്കും. മറ്റേ നമുക്ക് അറിയാൻ പാടില്ല, ഇവര് ഭയങ്കരമായിട്ട് വന്നിട്ടില്ലേ, ഇടക്കിടക്കിടക്കിടക്കിട വന്നിട്ട് എടുക്കണായിരുന്നു അവര്. സിനിമയിലെ 2 മണിക്കൂർ കൊണ്ട് ഇവരുടെ ക്യാരക്ടേഴ്സ് അവർ പഠിച്ച് ആ ഫസ്റ്റ് മീറ്റ് കഴിഞ്ഞ് അവർ ഇറങ്ങുന്നത് ഇവരുടെ മാനേഴ്സുകളായിട്ടാണ് അവർ ഇറങ്ങുന്നത്. അതായത് സിനിമ കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആ സ്റ്റാർസിനെ എല്ലാവർക്കും സിനിമയിൽ കാണാൻ പറ്റുന്നത് ഞങ്ങൾ സംസാരിക്കുന്ന പോലെ, ഞങ്ങൾ ഇരിക്കുന്നത് പോലെ, ഞങ്ങൾ കിടക്കുന്നത് പോലെ. അതായത് നമ്മുടെ അമ്മമാർക്കാണല്ലോ നമ്മളുടെ ഏറ്റവും മാനറിസം ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്റ്റാർസിലൊന്നും കാണാൻ പറ്റുന്നില്ല, ശ്രുതി സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ കുട്ടൻ സംസാരിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ കണ്ണൻ സംസാരിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഇരിക്കുന്ന പോലെ, നിപ്പ്, ആ കൈകെട്ടിയുള്ള നിപ്പ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് പോലും അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. പക്ഷെ അവരത് കണ്ടിട്ട് പറയുന്നത് അവര് അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ ആക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുക. ഇപ്പോൾ 2-3 റിവ്യൂസിൽ ഞങ്ങൾ കണ്ട് ബാലു വർഗീസിന്റെ അഭിനയം ഓവറാണ്, അതുപോലെ തന്നെ ഗണപതി അഭിനയം ഓവറാണ്. പക്ഷെ ഞങ്ങൾക്ക് നോക്കുമ്പോൾ അത് ഓവറല്ല. കാരണം സംസാരം അങ്ങനെയാണ്, ചെറുപ്പകാലം തൊട്ട് അങ്ങനെയാണ്, അത് മാറ്റാൻ പറ്റില്ല. വിളിച്ചു പറഞ്ഞു ചിച്ചാടി സിക്സർ എന്നുള്ളതിന്റെ ചിച്ചാടി വിളിക്കും. ചിച്ചാടി കറക്റ്റ് ബാലു വർഗീസ് ചിച്ചാടി തന്നെ ഉണ്ടാ എന്റെ കൂട്ടുകാരും ഇഷ്ടംമാരെ ഓവറായിട്ട് തോന്നണില്ല. കാരണം അവന്റെ ഇതിന് വന്നപ്പോഴും ബാലു വർഗീസ് ഇവനെ എടുക്കാൻ വേണ്ടി കറക്റ്റ് എപ്പോ കാണുമ്പോഴും ബാലു വർഗീസ് ഇവനായിട്ട് സംസാരിക്കുമ്പോഴും ഇവന്റെ അതേപോലെ ആവാൻ വേണ്ടി ഇവന്റെ ഒച്ച എടുക്കാൻ വേണ്ടി. അതുപോലെ എന്റെ ഫ്രണ്ട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഗണപതി കൃഷ്ണകുമാർ, അതായത് കൃഷ്ണകുമാറിന്റെ കൂടെ പഠിച്ചതാണ്. അപ്പൊ അവൻ എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഗണപതി അവന്റെ നടത്തവും അവൻ ഓടണതും ഇരിക്കണൊക്കെ കൃഷ്ണകുമാർ പണ്ട് എങ്ങനെയാണോ നടന്നത്. പിന്നെ ഗണപതി ഞങ്ങള് ഞെട്ടിപ്പോയ ഒരു സീൻ എന്ന് വെച്ചാൽ ഞങ്ങള് പൂജക്ക്
ചെല്ലുമ്പോൾ ഫസ്റ്റ് ഡേ ഷോട്ട് ആ ട്രാവൽ സോങ് ആണ് എടുക്കുന്നത്. ഞങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ ഇവരെല്ലാവരും കോസ്റ്റ്യൂം ഇട്ട് റെഡിയായി വരുന്നതെങ്കിൽ ഞങ്ങൾ കാണുന്നത് 17 വർഷം മുമ്പ് നിങ്ങൾ തന്നെയാണ് പോസ്റ്റർ ഉണ്ടല്ലോ, അതേ കോസ്റ്റ്യൂം നമ്മള് പണ്ട് മരത്തിന്റെ മേളിൽ കയറി എടുത്ത അതേ പോസ്റ്റർ. എനിക്ക് അതിനെ കുറിച്ച് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പണ്ട് ഒരു ഇന്റർവ്യൂ തുടങ്ങുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു, പണ്ട് കയറിയിരുന്ന ഉണക്കമരത്തിലാണ് എല്ലാരും കൂടെ. ഫോട്ടോ ഉണ്ട്, ആ സിനിമ കഴിയുമ്പോ ഫോട്ടോ കാണിക്കണല്ലേ. അതൊടിഞ്ഞ് വീണെങ്കിൽ സിനിമ ഉണ്ടാവില്ലായിരുന്നു. 10 പേരും ലാമാരെ ഒടിഞ്ഞു വീണെച്ചെങ്കിലേ കൊക്കയുടെ സൈഡിലാണ് പോയാനെ. ഇങ്ങനെ കൊക്കയിലോട്ട് ഇങ്ങനെ ചോദിക്കട്ടെ, നിങ്ങൾ ഇതൊക്കെ വീണ്ടും കൊടൈക്കനാല് പോയാ? സിനിമയുടെ പൂജയ്ക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങൾ അവിടെ പോയായിരുന്നു. അവിടെ പോയി ഗുണാക്കിയവര് വീണ്ടും പോയായിരുന്നു എല്ലാവരും കൂടി. 17 വർഷങ്ങൾ അവിടെ പോയി ഫോട്ടോസ് ഒക്കെ എടുത്ത്. കുഴിയൊക്കെ നിങ്ങൾ പോകാൻ പറ്റൂല, മൊത്തം ഗ്രില്ല് ഗ്രില്ല് മൊത്തം ഗ്രില്ല് പോകാൻ പാടില്ല. നമുക്ക് മനസ്സിലായല്ലോ ഓൾറെഡി. അത് നന്നായിട്ട് മനസ്സിലായല്ലോ. മനസ്സിലായില്ല നമ്മുടെ ട്രിപ്പിന് ജീവിതം കൊണ്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണിവാളെന്ന് മനസ്സിലായി. രണ്ടാമത്തെ അത് അഹങ്കാരമായി മാറും. അല്ല, ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്. ഈ സിനിമ കണ്ടിട്ട് ആരും ഞാൻ അത് കാണാൻ വേണ്ടി പോകരുത്, അപകടങ്ങളിൽ ചാടരുത്. നമ്മുടെ ഒരു ചെറുപ്പ പ്രായത്തിൽ നമ്മൾ വളരെ അഡ്വഞ്ചറസ് ആയിരിക്കും, എല്ലാവരും അങ്ങനെയായിരിക്കും. നമ്മൾ ഗ്രില്ലിന്റെ മേത്ത് ചാടുന്നു, റിസ്ക് എടുക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് ആസ് എ ഹോൾ ടീം, ആസ് മഞ്ഞുമൽ ബോയ്സ്? അടിച്ചു പൊളിക്കുക, പ്രായത്തിൽ എൻജോയ് ചെയ്യുക. അത് വലുതാകുമ്പോ കിട്ടൂല. ഇത് എന്ത് മുന്നറിയിപ്പ് കൊടുക്കാൻ അഡ്വഞ്ചറസിലേക്ക് മാറുന്നത് നമ്മുടെ ലൈഫ് എപ്പോഴും അത് നോക്കി വേണം നമ്മൾ എന്ത് ഞങ്ങളിപ്പോ മാറിയതല്ല, അത് ഓട്ടോമാറ്റിക് വന്നു പോയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു പോയാൽ ഇപ്പോൾ നമ്മൾ കാണിച്ചതുപോലെ നമ്മൾ ട്രൈ ചെയ്യുക. പല ആൾക്കാർക്കും പറ്റാന്ന് ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു മിനിസ്റ്ററിൻ്റെ മരുമോൻ വീണിട്ട് പോലും അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ്, പിന്നെ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ നമ്മൾ നോക്കാമെന്ന് പറയുന്നിടത്ത് ഇതുപോലെ 1000 ഓപ്ഷൻസ് വരും. അപ്പോൾ നെവർ എവർ ക്വിറ്റ് എന്ന് നമ്മൾ പറയുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, അതാണ് നമുക്ക് പറയുന്നത്. പറ്റാവുന്നിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിൽ പോയി പെടാതിരിക്കുക. പക്ഷേ പെട്ടാൽ ഇതന്നെ ചെയ്യുക, ഇതന്നെ ചെയ്യുള്ളൂ. മിക്കവാറും എല്ലാ സൗഹൃദങ്ങളും എല്ലാവരും ഇതന്നെ ചെയ്യുള്ളൂ. പക്ഷേ ട്രൈ ചെയ്യുക. നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു മാസം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലോ എല്ലാവരും അറിയുന്നത്. അപ്പോൾ ആൾക്കാർ തിരിച്ചിറങ്ങിയില്ലേ? അന്ന് മറ്റേ 2 മാസം 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുട്ടനൊന്നും നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഓൾ കേരള ഇനോഗ്രേഷൻ, ഇത് സ്വീകരണം, അത് ഇത് കുട്ടൻ ഷെൽഫിൽ പോയി നോക്കിയാൽ അറിയാം. ആ ഷെൽഫ് നിറഞ്ഞു അല്ല, ഇതിന് നമുക്ക് കുട്ടന് 2008 ജീവൻ രക്ഷക് ബഹുമതി കിട്ടിയ ആളാണ് അല്ലേ? അത് മേടിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിൽ കുട്ടനെ കിട്ടിയെന്നുള്ളൂ, കിട്ടിയത് എല്ലാവർക്കും അടിപൊളിയായിരുന്നു. സുഭാഷിന്റെ അമ്മ എന്താ പറഞ്ഞത്? ഇനി നീ പുറത്തിറങ്ങി ഞാൻ കാല് തല്ലിടിക്കുന്നു പറഞ്ഞത്. അതെപ്പോഴും പറഞ്ഞല്ലേ, അതിപ്പോഴും പറയണം, അതിപ്പോഴും പറയും. ആള് ടെറിഫൈഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. വീട്ടില് സിനിമയിൽ കാണാനില്ലേ, വീട്ടില് അച്ഛനില്ല, അമ്മ കഷ്ടപ്പെട്ട് നമ്മൾ നോക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഈ സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ രക്ഷിച്ച് കൊണ്ടുവന്നു കൊടൈക്കനാൽ ടൗണിൽ എത്തി കഴിഞ്ഞപ്പോഴേക്കും ആ കാണിക്കണൊക്കെ സിനിമയിൽ കാണിക്കണൊക്കെ ഒറിജിനലാണ്ടാ. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുക, നമ്മൾ മറ്റേ കുഴിയിൽ വീണ ആളല്ലേ? ഇങ്ങനെ റാൻഡം ആയിട്ട് പ്ലേസിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ രക്ഷാ സ്റ്റോറീസ് ഗുഹയിൽ പോയ ആളല്ലേ നിങ്ങളല്ലേ മറ്റേ ടീം? അന്ന് ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കമന്റ് കണ്ടാണ് മഞ്ഞുമൽ ബോയ്സിൽ എന്തുകൊണ്ട് ഒരു ഫീമെയിൽ കഥാപാത്രമില്ല. ആ പ്രായത്തിൽ ഉണ്ടായില്ല എന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ ഞങ്ങൾ അറിയാത്ത കഥകളൊക്കെ ഉണ്ട്. അല്ല, ആ ഇൻസിഡന്റിന്റെ സമയത്ത് ഇല്ല എന്നുള്ളൂ, അല്ലാതെ എല്ലാവർക്കും മിക്കവാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജ് വരെ നടത്തിയ ആൾക്കാരുണ്ട്. ആരാന്നും പറയില്ല. അബിക്ക് പ്രണയം ഉണ്ടായോ? അബി കേക്കട്ടെ. വീട്ടിലോട്ടാ എന്നാ റോമിയോടെ അടുത്ത് ചോദിക്കാം ആരാണെന്ന്. ഇപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഒന്നുമില്ല, ആരാണ് ഈ കൂട്ടത്തിലെ റോമിയോ? എണ്ണം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. Come on, who is Romeo? Tell me. എണ്ണം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. റോമിയോ ദുബായിലാണോ? എന്റെ പൊന്നനി, ആ ഒരു ക്യാരക്ടർ പറഞ്ഞില്ല. ഞങ്ങളുടെ മെയിൻ ആളാണ് ഇപ്പൊ ഖത്തറിലാണ് വർക്ക് ചെയ്യണത്. പക്ഷെ അവന് ഈ പറഞ്ഞ പോലെ അവന് ഒരുപാട് നഷ്ടബോധമാണ്. ഇപ്പൊ അവന് ലീവ് കുറെ ചോദിച്ചായിരുന്നു, കിട്ടിയില്ലായിരുന്നു, മിസ്സായി.
കാരണം ഇത്രയും ഇത് എല്ലാവരും കൂടി കൂടുമ്പോഴേക്കും ആ ഒരു രീതിയിലോട്ട് എത്തപ്പെടാത്തതിൻ്റെ ഒരു ഇതുണ്ടവന്. അപ്പോൾ അവൻ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ പേരും കൂടി. സിനിമയിലെ അഭിറാം എന്ന് പറഞ്ഞ അഭിറാം. അപ്പോൾ അനിൽ ജോസഫ്. ജിൻസൺ. ജിൻസൺ വയറുവേദനയാണ് എത്താൻ പറ്റില്ലെന്ന്. എന്തായാലും ഭയങ്കര ഒരു നല്ലൊരു മെസ്സേജ് ആയിരുന്ന ഒരു മൂവിയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതുപോലെ അത് നിങ്ങളത് കൺസീവ് ചെയ്യുന്ന രീതി, അതിനെ കൊണ്ടു കിടക്കുന്ന ഒരു രീതി, ശരിക്കും മഞ്ഞുമൽ ബോയ്സ് നിങ്ങളൊരു വലിയ ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക്. എന്തായാലും ഇവർ ഈ പറഞ്ഞ ഗുണ മൂവി ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ പാട്ടും ഇവരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ട്രാക്സ് ആണ്. നമുക്ക് വേണ്ടി ഈ പാട്ട് ആലപിക്കാൻ പോകുന്നത് പ്രസാദ്. കൂടാ. കൺമണി അൻപോട് കാതലൻ என்று കവിതയേ, കൺമണി അൻപോട് കാതലൻ ഞാൻ என்று കവിതയേ, കൺമണി അൻപോട് കാതലൻ ഞാൻ കവിതയേ. Thank you so much, Manjumal boys. Thank you.